സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് പീഡനത്തിനിരയായവർക്കാണോ അതോ പ്രതികൾക്കാണോ പിന്തുണ ലഭിക്കുന്നത്? അല്ല, അങ്ങനെയാണല്ലോ ഇപ്പോൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉന്നാവോ പീഡന കേസിൽ പ്രതിയായ മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ജീവപര്യന്തം ശിക്ഷ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് നടന്ന പ്രതിഷേധങ്ങൾക്കും CBI സുപ്രീം കോടതിയിൽ കൊടുത്ത അപ്പീലിനും പിന്നാലെ ശിക്ഷ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതി മരവിപ്പിച്ചു. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് രാജ്യത്തെ എല്ലാവരും ഒന്ന് ശാന്തമായത്. എന്നാൽ BJP നേതാക്കൾ കുറച്ച് അസ്വസ്ഥരായി. ഇപ്പോഴിതാ പ്രതിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഭർഗാത് റേഹൻ എന്ന BJP വനിതാ നേതാവ്. പ്രധാനമന്ത്രിയുടെ കടുത്ത അനുയായിയും സ്വയം മോദി കുടുംബാംഗം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന നേതാവാണ് ഭർഗാത് റേഹൻ. ഈ കേസിലെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ചാൽ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹി ഹൈക്കോടതി കുൽദീപ് സിംഗ് സെൻഗറിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇരയായ പെൺകുട്ടിയും CBIയും സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിച്ച സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കുകയും സെൻഗർ ജയിലിൽ തന്നെ തുടരണമെന്ന് കർശനമായി ഉത്തരവിടുകയും ചെയ്തു. ഈ കോടതി വിധി നിലനിൽക്കെയാണ് ഡൽഹിയിലെ തെരുവുകളിൽ ഭർഗാത് റേഹൻ എന്ന സ്ത്രീ പരസ്യമായ പിന്തുണയുമായി, അതും പീഡനത്തിന് പിടിയിലായ പ്രതിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത്. ഭർഗാത് റേഹൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണകക്ഷിയുമായും പ്രധാനമന്ത്രിയുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്. 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഖി കെട്ടിക്കൊടുക്കുന്ന ചിത്രങ്ങൾ ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടതുമാണ്. കൂടാതെ ഞാൻ മോദിയുടെ കുടുംബമാണെന്ന് 2024 തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങളിലേക്ക് പ്രവേശനമുള്ള ഒരാൾ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് വേണ്ടി തെരുവിലിറങ്ങിയതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിലെ മുൻകാല സംഭവങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഉന്നാവോ പീഡന കേസിലെ ഇരയായ പെൺകുട്ടി കേസിൽ വിധി വരുന്നതിനു മുൻപ് തന്റെ പരാതി ബോധിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് സംസാരിക്കാൻ നിരവധി തവണ ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് പ്രധാനമന്ത്രി അതിന് തയ്യാറായിരുന്നില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും പീഡനത്തിനിരയായ യുവതിയെ നേരിൽ കണ്ട് സംസാരിക്കുകയും നീതിക്കായി അവർക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇരയായ പെൺകുട്ടിയെ കാണാൻ വിസമ്മതിച്ച അതേ പ്രധാനമന്ത്രിയുടെ അതീവ അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗം എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഈ സ്ത്രീ ഇപ്പോൾ പോക്സോ കേസിലെ പ്രതിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നത് ഗൗരവകരമായ ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. കുറ്റവാളിയായ നേതാവിനു വേണ്ടി ഭരണകൂടത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ചരടുവലികൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാകുന്നത്. ഡൽഹിയിലെ പ്രതിഷേധ സ്ഥലത്തെത്തിയ ഭർഗാത് റേഹൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പീഡനം നടക്കുമ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നുവെന്നും അതിനാൽ പോക്സോ നിയമപ്രകാരമുള്ള കേസുകൾ തെറ്റാണെന്നുമാണ് ഇവരുടെ പ്രധാന വാദം. എന്നാൽ സുപ്രീം കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നൽകിയ വിശദീകരണം ഭർഗയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു. പീഡനം നടക്കുമ്പോൾ പ്രതിക്ക് 16 വയസ്സിൽ താഴെ മാത്രമായിരുന്നു പ്രായമെന്ന് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ ഭർഗാത് റേഹനെ കൂടാതെ മറ്റു ചില രാഷ്ട്രീയ നേതാക്കളുടെ നിലപാടുകളും ശ്രദ്ധേയമാണ്. NDA സഖ്യകക്ഷിയായ ഉത്തർപ്രദേശ് മന്ത്രി ഓം പ്രകാശ് രാജ്ഭർ സെൻഗറിനെ പിന്തുണയ്ക്കുന്ന രീതിയിലാണ് മുൻപ് സംസാരിച്ചത്. ഉന്നാവിലെ പെൺകുട്ടി എന്തിനാണ് ഡൽഹിയിൽ വന്ന് പ്രതിഷേധിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇതിനു പുറമെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗും സെൻഗറിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് ലഭിക്കുന്ന ഉന്നത രാഷ്ട്രീയ പിന്തുണകൾ കേസിലെ ഇരയെയും കുടുംബത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഉന്നാവ് പീഡന കേസിൽ ഡൽഹി ഹൈക്കോടതി നൽകിയ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കിയതോടെ അദ്ദേഹത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും. ഇതിനിടയിലാണ് സെൻഗറിനെ പിന്തുണയ്ക്കുന്നവർ ഐ സപ്പോർട്ട് കുൽദീപ് സെൻഗർ എന്നെഴുതിയ പോസ്റ്ററുകളുമായി പരസ്യമായി രംഗത്തിറങ്ങുന്നത്. ഒരു വശത്ത് ഇരയുടെ കുടുംബം നീതിക്കായി തെരുവിൽ പോരാടുമ്പോൾ മറുവശത്ത് പ്രതിയെ അനുകൂലിച്ചുകൊണ്ട് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവർ തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കാണുന്നത്. ഈ സംഭവ വികാസങ്ങളിൽ വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കൂടുതൽ വ്യക്തതകൾ ഉണ്ടായേക്കാം. പീഡന കേസ് പ്രതിക്ക് ലഭിക്കുന്ന ഈ പരസ്യ പിന്തുണയെക്കുറിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഭർഗയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്.